ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിന് പുതിയ മാനങ്ങൾ കൈവരുകയാണ്. സ്വതവേ കവർച്ചാ കേസിൽപ്പെട്ട് അടിമുടി ഒലിഞ്ഞുകിടക്കുന്ന CPM-ന് കൂടുതൽ പ്രതിസന്ധി സമ്മാനിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ കേസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം പുറത്തു വന്നതും ഈ ബന്ധം കടകംപള്ളി തന്നെ സമ്മതിച്ചതും CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ച ചില ചോദ്യങ്ങളും പ്രസക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ബന്ധം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. പോറ്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു കടകംപള്ളി എന്ന വിവരം തെളിഞ്ഞിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ CPM അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് തെളിവാണ് എന്നാണ് ചെന്നിത്തലയുടെ വാദം. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം രാജ്യാന്തര മാർക്കറ്റിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുകയാണ് എന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം മുൻപുന്നയിച്ച ആരോപണത്തിന്റെ ആവർത്തനമാണ്. സ്വർണ്ണ കവർച്ചയ്ക്ക് രാജ്യാന്തര ബന്ധമുണ്ട് എന്ന സംശയം മുൻപും രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെയും EDയുടെ കേന്ദ്ര അന്വേഷണ സംഘത്തെയും ഒരുപോലെ സംശയ നിഴലിൽ നിർത്തുകയാണ് ഇവിടെ ചെന്നിത്തല. സ്വന്തക്കാരെ സംരക്ഷിക്കാൻ SITയെ CPM സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചും സംശയമുണ്ട് ചെന്നിത്തലയ്ക്ക്. EDയുടെ മുൻകാല സമീപനങ്ങൾ സംശയാസ്പദമാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത്. ശബരിമലയിൽ നിന്ന് പ്രതികൾ കൂട്ടത്തോടെ കട്ടെടുത്തത് സ്വർണം മാത്രമല്ല എന്ന നിർണായകമായ കണ്ടെത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ളത്. കാണിക്കയുടെയും വഴിപാടിന്റെയും കണക്കിലടക്കം വ്യാപകമായി തട്ടിപ്പും വെട്ടിപ്പും ദേവസ്വം ബോർഡ് അധികാരികളും കൂട്ടാളികളും ചേർന്ന് നടത്തിയതായി EDയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്തുള്ള പ്രത്യേക റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് ED സംഘം. ഇതുകൂടിയാകുന്നതോടെ ശബരിമലയിലെ തട്ടിപ്പിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മാനം കൈവരും. സ്വർണ്ണ കവർച്ച മാത്രമല്ല, വഴിപാടും കാണിക്കയും അടക്കം തട്ടിയെടുത്തുവെന്ന് മനസ്സിലായതോടെ ഈ ക്രമക്കേടിന്റെ വ്യാപ്തി തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനായി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശം കേരളത്തിലെ ED അന്വേഷണ സംഘത്തിന് മേൽത്തട്ടിൽ നിന്ന് നൽകിയിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകളും ഒപ്പം സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായതിന്റെ തിരിമറികളുടെ തെളിവുകളും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ ഉണ്ട് എന്ന് ED സംഘം പറയുന്നു. സ്വർണത്തിനും അപ്പുറം വഴിപാടും കാണിക്കയും വരെ തട്ടിയെടുത്തുവെന്ന തിരിച്ചറിവ് കേസിനെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുമുണ്ട്. സന്നിധാനത്ത് നിന്ന് കവർച്ച ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്വർണം മുഴുവനായും ഇപ്പോഴും കണ്ടെടുക്കാൻ സാധിക്കാത്തതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്നലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിമർശിച്ചത്. ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടി എന്നിവിടങ്ങളിലും ശ്രീകോവിലിൽ നിന്നും മറ്റുമായി ശബരിമലയിൽ നിന്ന് ആകെ 4147 ഗ്രാം സ്വർണം കവർന്നു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. 2 കേസുകളാണ് ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ പറയുന്ന സ്വർണം പൂശലിന്റെ കണക്ക് ഇങ്ങനെയാണ്. 2 ദ്വാരപാലക ശില്പങ്ങളിലായി 1564.190 ഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നതായി UB ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്രീകോവിലിന്റെ സൈഡ് ബീഡിങ്ങുകൾ, 8 തൂണുകൾ എന്നിവ പൊതിയാൻ 4362.660 ഗ്രാം സ്വർണം ഉപയോഗിച്ചതായും UB ഗ്രൂപ്പിന്റെ 1997 ഒക്ടോബർ 15 റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും ദിവസത്തെ അന്വേഷണത്തിനിടെ ആകെ കണ്ടെടുക്കാനായത് 475 ഗ്രാം സ്വർണം മാത്രമാണ്. അതായത് ആകെ നഷ്ടമായ സ്വർണത്തിന്റെ 10% മാത്രം. ബാക്കി സ്വർണം കണ്ടെത്തേണ്ടത് പ്രതികൾ ജാമ്യം നേടി രക്ഷപ്പെടാതിരിക്കാൻ അത്യാവശ്യമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രതികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അന്വേഷണം അർത്ഥമില്ലാതാകും. കൊള്ളയടിച്ച സ്വർണം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നും അത് എവിടെയാണ് എന്നും കണ്ടെത്തുന്ന തരത്തിൽ അന്വേഷണം വിപുലമായി മുന്നോട്ടു പോകണമെന്ന് കൂടി ജസ്റ്റിസ് A ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസാധാരണ കുറ്റകൃത്യം എന്നാണ് ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ വിശേഷിപ്പിച്ചത്. അയ്യപ്പന് സമർപ്പിക്കുന്ന സ്വർണത്തിന് വിലമതിക്കാനാകാത്ത മൂല്യമുണ്ട്. വാങ്ങാൻ ഉദ്ദേശിക്കുന്നയാളുടെ താൽപ്പര്യമനുസരിച്ച് അതിന് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തെ വിലയുണ്ടാകും. ആ അർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത് സംഘടിതമായ കൂട്ടക്കവർച്ചയാണ് എന്ന് കോടതി വ്യക്തമാക്കി. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന ചലച്ചിത്ര ഗാന ശകലം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഹൈന്ദവ വിശ്വാസ പ്രകാരം കടുത്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടി ആത്മീയമായി ഉയരാൻ ചെയ്യുന്ന കഠിനമായ തപസ്സാണ് പഞ്ചാഗ്നി തപസ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, ജലം എന്നീ 5 പ്രകൃതി ശക്തികളെ 5 അഗ്നികളായി
സങ്കല്പിച്ച് അവയുടെ കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ സഹിച്ച് ചെയ്യുന്ന തപസ്. ഹൈന്ദവ വിശ്വാസപ്രകാരം അതികഠിനമാണ് ഇത്. അത്രയും കഠിനമായ തപസ് ചെയ്താലും പൊറുക്കപ്പെടാത്ത പാപമായി ശബരിമല സ്വർണ്ണക്കവർച്ചയെ കാണേണ്ടി വരുമെന്ന ഹൈക്കോടതി നിരീക്ഷണവും ഒപ്പം ഈ ഗാനശകലവും ഇന്നലെ മുതൽ ചർച്ചയായിട്ടുണ്ട്. കേവലം സാധാരണ കുറ്റകൃത്യമായി ശബരിമല കേസിനെ കാണാൻ കഴിയില്ല എന്നും ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കൊള്ളയടിക്കുന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ് എന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഇന്നലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും കവർച്ചയിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കണമെന്ന് കോടതി പറഞ്ഞത് അന്വേഷണം വിപുലമാക്കാനുള്ള നിർദ്ദേശമാണ്. അതോടൊപ്പം പത്മകുമാർ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന നിരീക്ഷണവും ഹൈക്കോടതി നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLA-യുമായ എ പത്മകുമാറിന് ജാമ്യം അനുവദിച്ചാൽ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ക്രമക്കേടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഏറെ സ്വാധീനമുള്ള പത്മകുമാർ ജാമ്യം ലഭിച്ചാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതെല്ലാം തന്നെ പത്മകുമാർ അടക്കമുള്ള പ്രതികൾ ഇനിയും ജയിലിൽ കിടക്കും എന്നതിന് തെളിവാണ്. ഇത് വരും തെരഞ്ഞെടുപ്പിലും CPM-നും സർക്കാരിനും പ്രതിരോധിക്കാനാകാത്ത പ്രതിസന്ധിയാകും. അതോടൊപ്പം കടകംപള്ളി സുരേന്ദ്രന്റെ പോറ്റിയുമായുള്ള ബന്ധം ഇനി CPM ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കണം. ഇതും CPM-ന് ബാധ്യതയാണ്. കൂടാതെ ഒരിക്കൽ ചോദ്യം ചെയ്ത കടകംപള്ളി സുരേന്ദ്രനെ ഇനി വീണ്ടും ചോദ്യം ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് SIT കടക്കുകയോ ചെയ്താൽ പ്രതിരോധിക്കാൻ പോലുമാകാത്ത പ്രതിസന്ധിയിലേക്ക് അത് CPM-നെ കൂപ്പുകുത്തിക്കും. ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏൽക്കുമോ എന്ന ആശങ്കയിലാണ് CPM.